ಕಳಕಾತ ಸಂದಣ ಮೇರ ಬಗುವಾಗ ಪುತುರ್ಕ പൂപ്പരിക്ക പോകില മോവി മേനാത്തെ പക്കിലമോ. നമസ്കാരം. PK മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിപ്പോൾ കേട്ടത് അയ്യപ്പനും കോശിയും എന്ന മലയാള ചിത്രത്തിൽ നഞ്ചമ്മ പാടിയ പാട്ടാണ്. ഈ പാട്ടിനാണ് നഞ്ചിയമ്മയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത്. സിനിമാ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നതിന് മുമ്പേ തന്നെ ഈ ടൈറ്റിൽ ഗാനവും ഗായികയായ നഞ്ചിയമ്മയും ജനശ്രദ്ധ നേടി. യൂട്യൂബിൽ റിലീസ് ചെയ്ത ഗാനം ഒരു മാസം കൊണ്ട് തന്നെ 1 കോടിയിലധികം പേരാണ് കണ്ടത്. നഞ്ചിയമ്മ തന്നെയാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. ജസ് ബിനോയ് ആണ് ഈ ഗാനത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. നഞ്ചിയമ്മയുടെ സ്വകാര്യ ജീവിതത്തെ നോക്കാം. കേരളത്തിലെ ആദിവാസി സമൂഹത്തിലെ ഇരുള സമുദായത്തിൽ 1960 ജനുവരി 1 നഞ്ചിയമ്മയുടെ ജന്മം. കുട്ടിയായിരിക്കുമ്പോൾ ആദിവാസികളല്ലാത്ത ആളുകളെ കാണുന്നത് തന്നെ നഞ്ചിയമ്മയ്ക്ക് പേടിയായിരുന്നു. അത്തരം ആളുകളെ കാണുമ്പോൾ കാട്ടിൽ പോയി ഒളിക്കുമായിരുന്നു. VH ദിരാർ എഴുതിയ നഞ്ചമ്മ എന്ന പാട്ടമ്മ എന്ന പുസ്തകത്തിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഞ്ചിയമ്മ ഇരുള സമുദായത്തിലെ നഞ്ചപ്പനെ വിവാഹം ചെയ്തു. നഞ്ചിയമ്മ കുടുംബത്തോടൊപ്പം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ നക്കുപതി പിരിവ് ഊരിൽ ആണ് താമസിക്കുന്നത്. 12 വർഷത്തേക്ക് അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. പിന്നീട് 2 മക്കളുണ്ടായി, ശ്യാമും ശാലിനിയും. ചെന്നൈയിലെ BSNL കസ്റ്റമർ കെയറിലാണ് ശ്യാമിന് ജോലി. ശാലിനി തമിഴ്നാട്ടിലാണ്. നല്ലൊരു കൃഷിക്കാരിയും കൂടിയാണ് നഞ്ചിയമ്മ. ആടുകളെയും പശുക്കളെയും ഒക്കെ മേച്ചും കൃഷി ചെയ്തും കൂലിപ്പണിയെടുത്തുമാണ് ഉപജീവനം കണ്ടെത്തുന്നത്. 7 വർഷം മുമ്പ് ഭർത്താവ് നഞ്ചപ്പനെ നഷ്ടമായതാണ് അവരുടെ ജീവിതത്തിലെ വലിയ ഒരു സ്വകാര്യ ദുഃഖമാണ്. മറ്റൊരു വലിയ ദുഃഖം അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെട്ടതാണ്. കുടുംബസ്വത്തായ 4 ഏക്കർ ഭൂമിയാണ് ഭൂമാഫിയ നഞ്ചമ്മയിൽ നിന്ന് തട്ടിപ്പറിച്ച് കൈവശം വെച്ചിരിക്കുന്നത്. സ്വന്തം ഭൂമി അപഹരിച്ചെടുത്തതിനെതിരെ നഞ്ചിയമ്മയുടെ ഭർത്താവ് 1987 ആദ്യമായി പരാതി നൽകിയത്. തുടർന്ന് 1995 നഞ്ചിയമ്മയ്ക്ക് അനുകൂലമായി 4 ഏക്കർ ഭൂമി അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവിറക്കി. എതിർകക്ഷികൾ ഹാജരാക്കിയ രേഖകൾ വ്യാജമാണെന്ന് തെളിഞ്ഞതോടെയാണ് കോടതി വിധി കൽപ്പിച്ചത്. അന്നു മുതൽ നഞ്ചിയമ്മ തൻ്റെ ഭൂമിയിൽ കൃഷി ചെയ്യാനും ആരംഭിച്ചു. എന്നാൽ പാർട്ടി പിന്തുണയുള്ള ഭൂമാഫിയകൾ പിന്നീട് കോടതിയിൽ വ്യാജ നികുതി രസീത് സംഘടിപ്പിച്ച് ഹാജരാക്കിയതോടുകൂടി നഞ്ചിയമ്മയ്ക്ക് തൻ്റെ മണ്ണ് വീണ്ടും കൈവിട്ടുപോയി. നഞ്ചിയമ്മയും കുടുംബവും ഇതിനെതിരെ പോരാട്ടത്തിലാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ നഞ്ചിയമ്മ സ്വന്തം ഭൂമി തിരികെ കിട്ടാനുള്ള പോരാട്ടത്തിലാണിപ്പോൾ. അവരുടെ കലാജീവിതം നോക്കാം. കുഞ്ഞായിരുന്നപ്പോൾ മുത്തശ്ശിയും അമ്മയും പാടിക്കൊടുത്ത താരാട്ടുപാട്ട് കേട്ടാണ് നഞ്ചിയമ്മ പാട്ടിൻ്റെ ലോകത്തിലേക്ക് പിച്ചവെച്ചത്. നഞ്ചിയമ്മയ്ക്ക് പാട്ട് ഏറെ ഇഷ്ടമാണ്. തലമുറകൾ ഏറ്റുപാടി മനസ്സിൽ സൂക്ഷിച്ച പാട്ടുകളാണ് നഞ്ചിയമ്മ കൂടുതലും പാടുന്നത്. അട്ടപ്പാടി വയലേലകളിലെ കമ്പളവും കൊയ്ത്തും മുതൽ വിവാഹവും മരണവും പോലുള്ള ചടങ്ങുകളിൽ വരെ അവർ പാട്ടുപാടി നൃത്തം ചെയ്തു. കാട്ടിലെ കാറ്റും കാട്ടാറിൻ്റെ ഈണവും പെറയും ദവിയിലും മുളങ്കുഴലുമൊക്കെയുള്ള പാട്ടുവാദ്യങ്ങളുമെല്ലാം പാട്ടിന് കൂട്ടായി വന്നു. എവിടെയും കാശിനു വേണ്ടി അവർ പാടിയിട്ടില്ല. മനസ്സിൽ തോന്നിയതെല്ലാം പിന്നീട് പാട്ടായി. കാട്ടിലും മേട്ടിലുമെല്ലാം ഒറ്റയ്ക്ക് ജോലി ചെയ്യുമ്പോൾ മനസ്സിൽ കോറിയിട്ട വരികൾക്ക് ഈണമിട്ട് പിന്നീട് ഉറക്കപ്പാടും. പിന്നെ അത് ഹൃദ്യസ്ഥമാക്കും. അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ ഗാനവും നഞ്ചിയമ്മയുടെ മനസ്സിൽ തോന്നിയ പാട്ടാണ്. ഇവയൊന്നും എഴുതി സൂക്ഷിക്കുവാനുള്ള പഠിപ്പും അക്ഷരാഭ്യാസവും ഒന്നും അവർക്കില്ല. ആദിവാസി ഇരുള വിഭാഗത്തിൻ്റെ ഭാഷയിലുള്ള ഈ ഈണങ്ങൾ മലയാളത്തിലോ തമിഴിലോ മറ്റേതൊരു ഭാഷയിലോ എഴുതിയാൽ വാമൊഴിയായി കിട്ടിയ പാട്ടിൻ്റെ ചന്തം പോകുമെന്നാണ് നഞ്ചിയമ്മയുടെ പക്ഷം. പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതിയായ അഹാഡ്സിൻ്റെ വരവോടുകൂടിയാണ് നഞ്ചിയമ്മയുടെ കഴിവുകൾ പുറം ലോകമറിയുന്നത്. 2005 അഹാഡ്സ് ജീവനക്കാരനായ പഴനിസ്വാമിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ആസാദ് കലാസമിതിയിലെ അംഗമാണ് നഞ്ചിയമ്മ. ആ കലാസമിതിയുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി വേദികളിൽ അവർ പാടുകയുണ്ടായി. പ്രോഗ്രാമുകളിനായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവർ യാത്ര ചെയ്തു. അട്ടപ്പാടി സ്വദേശിയായ പഴനിസ്വാമി ആദിവാസി കലാകാരനും അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ എക്സൈസ് ഇൻസ്പെക്ടറുടെ വേഷം ചെയ്ത ആളുമാണ്. അദ്ദേഹത്തിലൂടെയാണ് നഞ്ചിയമ്മ സിനിമയിലേക്ക് എത്തിയത്. റാസി മുഹമ്മദ് സംവിധാനം ചെയ്ത 2017 ദേശീയ സംസ്ഥാന അവാർഡ് നേടിയ
വെളുത്ത രാത്രികൾ എന്ന സിനിമയിൽ 5 പാട്ടുകൾ ആലപിച്ചിട്ടുണ്ട്. അഹദ് നയാഗ എന്ന ഹ്രസ്വചിത്രത്തിലും പാടി. ഛായാഗ്രാഹകയായ ഫൗസിയ ഫാത്തിമയ്ക്ക് കേരള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം 2015 മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡ് നേടിക്കൊടുത്ത സിന്ധു സാജൻ സംവിധാനം ചെയ്ത അഹദ് നയാഗ മാതൃമൊഴി എന്നാണ് അതിൻ്റെ അർത്ഥം. ഡോക്യുമെൻ്ററിയിൽ ആണ് നഞ്ചമ്മ ആദ്യമായി പാടിയതും അഭിനയിക്കുകയും ചെയ്തു. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 2 ലക്ഷം വീടുകൾ പൂർത്തിയായതിൻ്റെ ഭാഗമായി കേരള സർക്കാർ 2020 മാർച്ച് 1 പുറത്തിറക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആമുഖ വിവരണം നൽകിയ ആദിവാസി ഭാഷയിലുള്ള പ്രൊമോഷൻ ഗാനം പാടിയത് നഞ്ചിയമ്മയായിരുന്നു. ചരിത്രത്തിലാദ്യമായിട്ടായിരുന്നു മലയാളത്തിലെ ആദിവാസി ഭാഷയിലേക്ക് ഇരള ഭാഷയിൽ മൊഴിമാറ്റം നടത്തി ഒരു പൊതുജനസമ്പർക്ക പരിപാടിക്ക് കേരളത്തിൽ ഉപയോഗപ്പെടുത്തിയത്. അയ്യപ്പനും കോശിയും ഉൾപ്പെടെ 3 സിനിമകളിലാണ് നഞ്ചിയമ്മ അഭിനയിച്ചത്. അതിൽ തനിക്ക് ഇന്നും പ്രിയപ്പെട്ടത് അയ്യപ്പനും കോശിയും തന്നെയാണെന്നാണ് നഞ്ചിയമ്മ പറയുന്നത്. തൻ്റെ അട്ടപ്പാടിയിലെയും അവിടുത്തെ ജനങ്ങളുടെയും സിനിമ ആയി അത് മാറ്റി എന്നതാണ് അയ്യപ്പനും കോശിയും ഏറെ പ്രിയപ്പെട്ടതാകാൻ കാരണമെന്നും നഞ്ചിയമ്മ പറയുന്നു. കൈനിറയെ സിനിമകളുമായി നഞ്ചിയമ്മ ഇപ്പോൾ തിരക്കിലാണ്. വിജീഷ് മണി സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രത്തിൽ നഞ്ചിയമ്മ അഭിനയിച്ചു. IM വിജയനാണ് ചിത്രത്തിൽ മുഖ്യ വേഷം അവതരിപ്പിക്കുന്നത്. പൂർണ്ണമായും കുറുമ്പ ഗോത്ര ഭാഷയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആദ്യ മലയാള ചിത്രം എന്ന റെക്കോർഡും ഈ ചലച്ചിത്രത്തിനുണ്ട്. ശ്രീനിവാസിൻ്റെ ഒരു ചിത്രത്തിലും അഭിനയിച്ചതായി നഞ്ചിയമ്മ പറയുന്നുണ്ട്. അഭിനയിക്കുന്ന സിനിമകൾക്കുള്ള പ്രതിഫലം ഇന്നുവരെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ടില്ലെന്നും അധ്വാനത്തിനുള്ള പ്രതിഫലം കൃത്യമായി വീട്ടിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെന്നും നഞ്ചിയമ്മ പറയുന്നു. അവാർഡുകൾ നോക്കാം. 2009 ആദിവാസി പാട്ട് വിഭാഗത്തിൽ സംസ്ഥാന ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 2020 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ പ്രത്യേക ജൂറി അവാർഡ് നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചു. 2020 ഇന്ത്യയിലെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചു. വിമർശനം നോക്കാം. നഞ്ചിയമ്മയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളുണ്ടായി. നഞ്ചിയമ്മ ആദരിക്കപ്പെട്ടപ്പോൾ സംഗീത ലോകത്ത് ഭീകരമായ നിശബ്ദത പരന്നിരുന്നു. ചുരുക്കം ചില പാട്ടുകാർ മാത്രമാണ് നഞ്ചിയമ്മയെ അഭിനന്ദിക്കാൻ തയ്യാറായത്. സംഗീത ലോകത്തെ ചിലർക്ക് നഞ്ചിയമ്മയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. അവരിൽ ചിലർ വിമർശനങ്ങൾ ഉന്നയിച്ചു. നഞ്ചിയമ്മയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നൽകിയത് സംഗീതത്തെ ജീവിതമായി കാണുന്നവർക്ക് അപമാനമായി തോന്നുന്നു ആണ് പൊതുവെ അവരുടെ വിലയിരുത്തൽ. എന്നാൽ നഞ്ചിയമ്മ ഹൃദയം കൊണ്ട് പാടിയത് മറ്റുള്ളവർ എത്ര ശ്രമിച്ചാലും സാധിക്കില്ലെന്നാണ് അതിന് മറുപടിയായി മറ്റുള്ളവർ പ്രതികരിച്ചത്. വിമർശനങ്ങൾക്ക് മറുപടി എന്നോണം നഞ്ചിയമ്മ അക്കാര്യങ്ങളോട് പ്രതികരിച്ച് ഏറെക്കുറെ പ്രകാരമാണ്. ആദിവാസികളുടെ പാട്ടിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് വിമർശിക്കുന്നത്. ഞങ്ങൾ പാടുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നവരും ചിന്തിക്കുന്നവരും വിമർശിക്കില്ല. വിമർശനത്തിന് പിന്നിൽ അസൂയയുണ്ട്. വിമർശനങ്ങളെ ഗൗരവത്തിലെടുക്കുന്നില്ല. ഞാൻ പാടുന്നത് ഹൃദയം കൊണ്ടാണ്. ദൈവം അനുവദിക്കുന്ന കാലം വരെ പാടുകയും ചെയ്യും. എല്ലാ സംഗീതവും ശുദ്ധമാണ്. ഞങ്ങളുടെ പാട്ടിന് ലിപിയില്ല. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. പക്ഷേ അതിൻ്റെ അർത്ഥങ്ങൾ വലുതാണ്. മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, മരിച്ച പക്ഷികളെക്കുറിച്ച്, മരങ്ങളെക്കുറിച്ച് ഒക്കെയാണ് ഞങ്ങൾ പാടുന്നത്. ദേശീയ പുരസ്കാരം ലഭിച്ചതിന് ശേഷം ആടുമേച്ച് നടന്ന എന്നെ ലോകത്തിന് കാട്ടിക്കൊടുത്തത് സച്ചി സാറാണ് എന്നാണ് നഞ്ചിയമ്മ പ്രതികരിക്കുന്നത്. നമുക്ക് ഇത് ഉപസംഹരിക്കാം. ഒരു മനുഷ്യായുസ് മുഴുവൻ കഷ്ടപ്പെട്ട ഒരു സ്ത്രീ, തീയിൽ കുരുത്ത ജന്മം, പ്രിവിലേജ്ഡായ കോടിക്കണക്കിന് മനുഷ്യർക്കിടയിലൂടെ താരപദവിയിലേക്ക് നടന്നു കയറിയ വനിത, നിന്ദിതരും പീഡിതരുമായ മനുഷ്യരുടെ പ്രതിനിധി. അങ്ങനെയുള്ള നഞ്ചിയമ്മയുടെ സ്വരമാധുരിയും അഭിനയ ചാതുര്യവും കലാലോകത്തിന് മുതൽക്കോട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.